വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ദുബായ് ജോബ് റിലേറ്റഡ് ആയിട്ടുകൊണ്ട് ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. അതുകൂടാതെ എൻ്റെ DM ആയിട്ടും കുറേ ഡൗട്ട്സ് കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഒന്ന് ആൻസർ ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വളച്ചു നീട്ടുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു വീഡിയോ. ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അർച്ചന, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ 8 വർഷത്തോളം കേരള കലാമണ്ഡലത്തിൽ പഠിച്ച് BA മോഹിനിയാട്ടം കംപ്ലീറ്റ് ചെയ്ത് തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്നും PG കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഹൈദരാബാദ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരു 8 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതിപ്പോൾ ഫുജൈറ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചാനലിൽ എന്നെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളാണുള്ളത്. ദുബായ് ടീച്ചിങ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗ ടു ഗെറ്റ് എ ടീച്ചിങ് ജോബ് ഇൻ ദുബായ്. അതിനുശേഷം ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ എനിക്ക് റെസ്പോൺസുകൾ കിട്ടി. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അഷ്മിൽ അഷ്റിൻ എന്നുള്ള ഒരു പേജിൽ നിന്ന് എനിക്ക് പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, B.Ed കമ്പൽസറി ആണോ? ടീച്ചിങ് ജോബിന് B.Ed കമ്പൽസറി ആണോ? യെസ്, അതായത് സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ്, മാത്സ്, ഹിന്ദി അങ്ങനെയുള്ള സബ്ജക്റ്റ് ടീച്ചേഴ്സിന് B.Ed മാൻഡറ്ററി ആണ്. പിന്നെ B.Ed ഇല്ലാതെ ഇവിടെ വന്ന് വിസിറ്റിങ്ങിന് വന്ന് ജോബ് അന്വേഷിക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ളൊരു കാര്യമാണ്. നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ CV അയച്ച് അവരുടെ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യായിരിക്കും ബെറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹായ് മാം, ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷണൽ പറ്റുമോ? അതായത് DLED. യെസ്, അത് പറ്റില്ല. അതായത് എന്തായാലും B.Ed തന്നെ വേണം, അത് നിർബന്ധമാണ് എല്ലാ സ്കൂളുകളിലും. പിന്നെ സ്കൂളുകളുടെ ഓരോ സ്കൂളുകൾ അനുസരിച്ചിരിക്കും, ഡിപ്പെൻഡൻ്റ് ആണ്, ഓരോ സ്കൂളുകൾ ഡിപ്പെൻഡൻ്റ് ആണ് അവരുടെ തീരുമാനങ്ങൾ. സോ B.Ed മാൻഡറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സാണല്ലോ അത്. അതുകൊണ്ട് തന്നെ B.Ed ഫോർ ടീച്ചിങ്, ദുബായ് ടീച്ചിങ്ങിലാവട്ടെ എവിടെയാണെങ്കിലും B.Ed മാൻഡറ്ററി ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, പൂജ ജയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ അസിസ്റ്റൻറ്റ് ആൻഡ് ഈസ് ദാറ്റ് എ ഗുഡ് പൊസിഷൻ? യെസ്, ദുബായ് സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും ടീച്ചർ അസിസ്റ്റൻ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ടീച്ചർ അസിസ്റ്റൻറ്റ് ജോബ് വേക്കൻസികൾ ജോബ് തന്നെ ഇല്ല, ജോബ് റോൾ തന്നെ ഇല്ല. സോ ചില സ്കൂളുകളിൽ മാത്രമേ ആ ഒരു ജോബ് റോൾ ഉണ്ടാവുകയുള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ എന്താണ് ടീച്ചർ അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ കുറേ സബ്സ്റ്റിറ്റ്യൂഷൻസുകൾ വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു റോള്, ആ ഒരു സബ്ജക്റ്റ് നമുക്ക് എടുത്തു കൊടുക്കേണ്ടി വരും. പിന്നെ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യുക, അവരുടെ ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ടീച്ചർ അസിസ്റ്റൻറ്റ് ജോബ്. യെസ്, ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ഷാഹിദയാണ്. ഷാഹിദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വിൽ ബി എനി ടീച്ചിങ് റിക്രൂട്ട്മെൻറ്റ് ഡ്യൂറിങ് വെക്കേഷൻ ടൈം? യെസ്, വെക്കേഷൻ ടൈം എന്നല്ല, എല്ലാ സമയത്തും റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. അതായത് ടീച്ചേഴ്സിൻ്റെ വേക്കൻസികൾ അനുസരിച്ച് ചില ടീച്ചേഴ്സ് അക്കാഡമിക്കിൻ്റെ ഇടയിൽ വെച്ചിട്ട് ബിറ്റ്വീൻ വെച്ച് പോവും, ചിലപ്പോൾ അവർ റിസൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർക്ക് ആവശ്യം വരും. പിന്നെ നമുക്ക് വെക്കേഷൻ ടൈമിലാണെങ്കിലും എല്ലാ സമയത്തും റിക്രൂട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കും. ടീച്ചേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഓരോ സ്കൂളുകളും റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂൾസിൻ്റെ മെയിൽസിലേക്കും നമ്മുടെ CV ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ CV അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരത്, നമ്മുടെ CV കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവിടെ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്ലൈ ചെയ്തിരിക്കും. സോ നമ്മുടെ CV എല്ലാ സ്കൂൾസിൻ്റെ HR മെയിൽസിലേക്കും ഡ്രോപ്പ് ചെയ്യുക എന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. യെസ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദുർഗാ രവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിനാണ് എനിക്ക് ചോദിച്ചിട്ടുള്ളത്. IT അസിസ്റ്റൻ്റ് ആയി ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ടോ സ്കൂളിൽ? യെസ്, ഓഫ് കോഴ്സ്. എല്ലാ അസിസ്റ്റൻറ്റ് ലാബ്, IT അസിസ്റ്റൻറ്റ് ലാബ്, അതിലൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ലാബിനെ, അതായത് കെമിസ്ട്രി ലാബ്, ഫിസിക്സ് ലാബ്, ബയോളജി ലാബ്, ദെൻ IT ലാബ്, അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് 2 ടീച്ചേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നിരിക്കും, 2 or 3. സോ യു ക്യാൻ സെൻഡ് മെയിൽ ആസ് മച്ച് ആസ് യു ക്യാൻ. യെസ്, സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രീഷ്മ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലായിട്ട് DM വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. യൂഷ്വലി UAE ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്ന ടൈം എപ്പോഴാണ്? ബിഫോർ സമ്മർ ബ്രേക്ക് ആയിരിക്കുമോ അതോ ആഫ്റ്റർ സമ്മർ ബ്രേക്ക് ആയിരിക്കുമോ? അതായത് എല്ലാ ടൈമിലും അവർ കൂടുതൽ ചെയ്യും, പക്ഷേ സമ്മർ ബ്രേക്കിന് മുമ്പ് തന്നെ അവർ ടീച്ചേഴ്സിനെ എടുത്തു വെച്ചിരിക്കും. അതായത് ഒരു ബാക്കപ്പ് പോലെ എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സിനെ എടുത്തു വെച്ചിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വന്ദന ദിലീപാണ് ചോദിച്ചിരിക്കുന്നത്. അതും എനിക്ക് DM ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇൻ്റർവ്യൂ എങ്ങനെയാണ്, ടഫാണോ?
ടഫാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൺലൈൻ ത്രൂ ആയിരുന്നു. ഞാൻ ഇന്ത്യയിലുള്ളപ്പോഴായിരുന്നു, അതായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. സോ ഓൺലൈൻ ത്രൂ ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂസ് എല്ലാതും. എനിക്ക് 3-4 സ്റ്റെപ്സ് ആയിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഇല്ല, നമുക്ക് ഇൻ്റർവ്യൂ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എന്നെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതായത് മോസ്റ്റ്ലി നമ്മൾ ടീച്ചിങ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും ചോദിക്കുന്നത്. നമ്മളെങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നത് അതാണ് മോസ്റ്റ്ലി. പിന്നെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ ഞാനൊരു സെഷനായിട്ട് ഇടാം കേട്ടോ. ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, എനിക്കൊരു 3-4 സ്റ്റെപ്പായിട്ടുള്ളായിരുന്നു, പ്രൊസീജിയേഴ്സായിട്ടായിരുന്നു നടന്നത്. സോ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ഞാനിടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദൃശ്യ സൂരജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ്. എനിക്ക് DM ആയിട്ടോ എന്നുള്ളൊരു ഡൗട്ടാണ്, എങ്ങനെ അവിടെ ജോബ് റെഡിയായി. യെസ്, ഞാനത് മുമ്പത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൗ ടു ഗെറ്റ് എ ടീച്ചിങ് ജോബ് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ സെർച്ച് ചെയ്തത്, എനിക്ക് എങ്ങനെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അറിഞ്ഞത്, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇച്ചുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹായ്, ദുബായ് ടീച്ചർ ആവാൻ എന്താണ് സർട്ടിഫിക്കറ്റ്സ് വേണ്ടത്? യെസ്, എന്ത് സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ സോഷ്യൽ സയൻസ്, ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ് ഓർ ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഉണ്ടായിരുന്നിരിക്കണം. സോ BA ആൻഡ് B.Ed ഉണ്ടായിരുന്നിരിക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാസ്മിൻ ഹന്നൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിന് എനിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അവിടെ എങ്ങനെ ജോബ് കിട്ടിയത്? അത് ഞാനൊരു എൻ്റെ ഹൗ ഐ ഗോട്ട് എ ടീച്ചിങ് ജോബ് ഇൻ ദുബായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്, ഇറ്റ് വിൽ ഹെൽപ്പ് യു. പിന്നെ അനുഷ മനോജ് 2001 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിന് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇവിടെ എങ്ങനെയാണ് സ്കൂളിൽ ജോബ് നോക്കുക? ജസ്റ്റ് ചെക്ക് ഔട്ട് മൈ ലേറ്റസ്റ്റ് വീഡിയോ. പിന്നെയും പറയണ്ടല്ലോ എന്ന് ജസ്റ്റാണ് കേട്ടോ പറയാത്തത്. യെസ്, ആദിത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിന് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? യെസ്, ഡാൻസ് ടീച്ചറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ടിവിറ്റി ടീച്ചറാണ്. സോ അതിലിപ്പോൾ നമുക്ക് യോഗ, കരാട്ടെ, ഡ്രോയിങ്, മ്യൂസിക്, ഡാൻസ് അങ്ങനെയുള്ള ഓപ്ഷൻസുകളുണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നമ്മുടെ എല്ലാ സ്കൂൾസിലും പഠിപ്പിക്കുന്നുണ്ട്. ദുബായ് എന്നല്ല, എല്ലാ സ്കൂൾസിലും പഠിപ്പിക്കുന്നുണ്ടാവും. സോ അവിടെ എങ്ങനെ കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഡാൻസ് ടീച്ചറായിട്ട് അവിടെ കയറിയത് എനിക്ക് BA ആൻഡ് MA ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. ആൻഡ് അതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. സോ പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു മാനദണ്ഡങ്ങൾ കൊണ്ടാണ് എനിക്കവിടെ ജോലി കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നന്ദന രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിനാണ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹായ് മാം, ഞാൻ DLED കംപ്ലീറ്റ് ചെയ്തു, ഡിഗ്രി ക്വാളിഫൈഡ് ആണ്. സോ എനിക്ക് ടീച്ചിങ് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് സ്കൂൾ ഡിപ്പെൻഡഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ജോബ് കിട്ടുക. എന്തായാലും മോസ്റ്റ്ലി അവർ BA വിത്ത് B.Ed അങ്ങനെയുള്ള ആളുകളെയാണ് പ്രിഫർ ചെയ്യുക. സോ എന്തായാലും CVs ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ടീച്ചിങ് തന്നെയാണ് കരിയർ എന്ന് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ B.Ed എടുക്കാൻ മറക്കണ്ട. യെസ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി മാത്രം ഉണ്ടായാൽ ജോബ് കിട്ടുമോ? എന്തായാലും ഇംഗ്ലീഷ് ഫ്ലുവൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ ക്വാളിഫിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ അപ്ലൈ ചെയ്യാൻ? ലിങ്ക്ഡിൻ സ്കൂൾ വെബ്സൈറ്റ് വഴിയാണോ? യെസ്, ഞാനത് മാത്രമാണ് ചെയ്തത്. ഞാൻ ഏജൻസി വഴിയോ വേറെ നൗക്കറി ഗൾഫ് അങ്ങനെയുള്ള ആപ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇത് രണ്ടുമാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് ഞാൻ ജോബ് സെർച്ച് ചെയ്തത്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹായ്, കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് ഹയർ സെക്കൻഡറി ടീച്ചിങ്? യെസ്, BA വിത്ത് B.Ed ഉണ്ട് എന്നുണ്ടെങ്കിൽ 10th വരെയാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുക. 10th വരെ നമുക്ക് പഠിപ്പിക്കാം. പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു മെയിൻലി ഒരു 5th ഗ്രേഡ് ഓർ 4th ഗ്രേഡൊക്കെ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പതുക്കെ നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് മുകളിലേക്കുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുക. ഹയർ സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ MA വിത്ത് B.Ed ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹുദ TS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ്. നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കിംഗ് അറിയണോ? ഇല്ല, നമുക്കിപ്പോൾ ദുബായിൽ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അറബിക്കാണ്. ഇല്ല, അറബിക്കില്ല. നമ്മളിപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇംഗ്ലീഷ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ബേസിക്കായിട്ട് എല്ലാവരും സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. സോ ഇംഗ്ലീഷ് എന്തായാലും നന്നായിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആതിര മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സ്കൂൾ കൗൺസിലേഴ്സ് പോസ്റ്റ് ഉണ്ടാവുമോ? യെസ്, സ്കൂൾ കൗൺസിലർ പോസ്റ്റ് ഉണ്ടാവും. എല്ലാ സ്കൂൾസിലും ആ സ്കൂൾ കൗൺസിലർ പോസ്റ്റ് ഉണ്ടാവും. മാളവിക 6232 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ടീച്ചിങ് ജോബിലോട്ട് കയറാൻ പറ്റുമോ ദുബായിൽ? യെസ്, BA BEd ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ജോബ് കിട്ടായികയൊന്നുമില്ല. അത് ഡിപ്പെൻഡൻറ്റ് സ്കൂളാണ്. മോസ്റ്റ്ലി നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ വർക്ക് ചെയ്യാനാണെങ്കിലും അത് എളുപ്പമായിരിക്കും. സോ ഇവിടെ കിട്ടാതിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂടുതലും നാട്ടിൽ നിന്ന് തന്നെ അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ബെറ്റർ. നമുക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് അതെന്ന് പറയുന്നത് വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് ഇവിടെ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ പരമാവധി നാട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്യുകയായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിഷ പ്രിൻസ് 2128 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിനാണ് എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്യാൻ ഐ അപ്ലൈ ഫോർ ടീച്ചിങ് ജോബ്സ് ഫ്രം ഇന്ത്യ? യെസ്, ഡെഫിനറ്റ്ലി. അതായത് ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും. അത് പിന്നീട് അവരിപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങളുടെ CV കണ്ട് അവർ ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഓൺലൈൻ ത്രൂ ഇൻ്റർവ്യൂ ചെയ്ത് അവരെടുത്തിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അക്ഷര എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈസ് BEd മാൻഡറ്ററി ഫോർ എ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ജോബ്? യെസ്, ഡെഫിനറ്റ്ലി. അതായത് ടീച്ചിങ് ജോബിന് എന്തായാലും BEd നിർബന്ധമാണ്. അതായത് സബ്ജക്റ്റ് ടീച്ചേഴ്സിന് എന്തായാലും BEd നിർബന്ധമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്പിളി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിനാണ് എനിക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്ത ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്താണ്? യെസ്, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവരെ തരുന്ന റീപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ റീപ്ലൈ അനുസരിച്ച് നമുക്ക് അടുത്ത ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം നമ്മൾ ഫോളോ അപ്പ് മെയിൽ നമുക്ക് വിടാം. പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് CV അയച്ചതിന് ശേഷം നമുക്കൊന്നും ചെയ്യാണ്ടാവില്ല. അവരവരുടെ വേക്കൻസി അനുസരിച്ച് നമുക്ക് അവർ റെസ്പോണ്ട് ചെയ്യുകയാണ് ചെയ്യുക. കൃഷ്ണപ്രിയ S കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ദ മ്യൂസിക് ടീച്ചേഴ്സ് ടീച്ച് ദ സ്റ്റുഡൻസ് ഇൻ ദുബായ് സ്കൂൾസ്? ഈസ് ദർ എനി സിലബസ്? യെസ്, ഡെഫിനറ്റ്ലി. മ്യൂസിക് ടീച്ചേഴ്സിന് ഇവിടുത്തെ നാഷണൽ ആന്തം പഠിപ്പിക്കേണ്ടി വരും. പിന്നെ ഇംഗ്ലീഷ് സോങ്സ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ നമുക്ക് പല ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. കർണാട്ടിക് ആയിട്ടുള്ളത് അധികം പഠിപ്പിച്ചു. നമുക്ക് ഓരോ സിലബസ് ഒന്നില്ലെങ്കിൽ സ്കൂൾ തന്നെ നമുക്കൊരു സിലബസ് തരും, അല്ലെങ്കിൽ സിലബസ് ക്രിയേറ്റ് ചെയ്തോളൂ എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഗ്രേഡ് അനുസരിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓരോ ഗ്രേഡ് അനുസരിച്ച് കാപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് സിലബസ് തയ്യാറാക്കാൻ സാധിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ ഭയങ്കര ടഫായിട്ടുള്ളൊരു സിലബസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവറേജ് സ്റ്റുഡൻസിനനുസരിച്ചിട്ടുള്ള അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇത്തിരി താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലും ഇത്തിരി മുകളിലേക്ക് കയറി നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതായത് മ്യൂസിക്കിൻ്റെ രീതിയിൽ എല്ലാവരും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിദാൻഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിനാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമാണുള്ളത് ഇൻ ഇംഗ്ലീഷ്. എനിക്ക് എങ്ങനെ ദുബായിൽ ജോലി കിട്ടും? വിത്ത് BEd കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ കുറേ CV ഡ്രോപ്പ് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ജോബ് ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർദ്ര സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിനാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഫ്രഷേഴ്സിന് ടീച്ചറാകാൻ പറ്റുമോ ദുബായിൽ BEd ഇല്ലാതെ M.Tech ഹോൾഡേഴ്സിന് BEd കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +1 +2 അങ്ങനെയുള്ള ഗ്രേഡ്സിനൊക്കെ പഠിപ്പിക്കാൻ പറ്റും M.Tech ഹോൾഡർ ആയതുകൊണ്ട്. സോ M.Tech ആൻഡ് BEd ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. വിത്തൗട്ട് BEd ടീച്ചിങ് ജോബിലേക്ക് കയറാൻ ഡിപ്പെൻഡ് ഓൺ സ്കൂൾ. സോ ട്രൈ യുവർ ബെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷീജ ശിവനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലാണ്. വാട്ട്സ് യുവർ ക്വാളിഫിക്കേഷൻസ്? മൈ ക്വാളിഫിക്കേഷൻ I just completed my Masters of Arts in Mohiniyattam. Yes, in dance. That's why I am working here as a dance teacher. Yes. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ റുമൈസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ചേച്ചി ഇന്ത്യയിൽ നിന്നിട്ട് ടീച്ചിങ് ജോബ് നോക്കാവോ? അങ്ങോട്ട് വിസിറ്റിംഗ് എടുത്ത് വരാൻ ഏത് ടൈമാണ് ഏറ്റവും ബെസ്റ്റ്?
ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റിങ്ങിന് വരുന്നത് നമുക്ക് റിസ്ക്കാണ്, ഭയങ്കര ചിലവുള്ള കാര്യം കൂടിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല നമുക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും വിസയിൽ നിന്നുകൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഇതാണ്. ഇനി ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സമ്മർ ബ്രേക്കിന് മുൻപ് വരികയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. വരികയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ എക്സ്പീരിയൻസോടു കൂടി നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവർ ഇൻ്റർവ്യൂ ചെയ്തിരിക്കും നിങ്ങളെ. സോ നാട്ടിൽ നിന്നുകൊണ്ട് അയക്കുന്നതിൽ റിസ്ക് ഇല്ല, നമുക്ക് അറ്റ് എ ടൈം നമുക്ക് എക്സ്പീരിയൻസും ഗെയിൻ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദുബായിൽ ടീച്ചറാവാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? അതായത് ദുബായിൽ ടീച്ചറാവാൻ സ്പെഷ്യലി കോഴ്സുകൾ എടുക്കുക, അത് കോഴ്സായിട്ടല്ല. നമുക്കിപ്പോൾ BA ആൻഡ് B.Ed എന്തായാലും വേണ്ടി വരും. അതിനുപരി നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആയിരിക്കണം. പിന്നെ ഇവിടെ വന്ന് TLS കംപ്ലീറ്റ് ചെയ്യണം. TLS ചില സ്കൂളുകളിൽ നിർബന്ധം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അത് ആണെങ്കിലും നമുക്കത് ക്രാക്ക് ചെയ്ത് നമുക്കത് സർട്ടിഫൈഡ് ആവുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തസ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിൽ നിന്നാണ്. ഹായ്, മെഡിക്കൽ ഫീൽഡാണ് ഞാൻ. എനിക്ക് അപ്പോൾ UAE ടീച്ചറായിട്ട് ജോബ് നോക്കാനാവുമോ? യെസ്, മെഡിക്കൽ ഫീൽഡാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു B.Ed എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറായി വർക്ക് ചെയ്യാൻ സാധിക്കും. മീഷ് ഷിജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള, ക്യാൻ യു ഓൾസോ ഷെയർ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഇൻ എ വീഡിയോ? യെസ്, ഡെഫിനറ്റ്ലി ഐ വിൽ മേക്ക് എ ലോങ് വീഡിയോ അബൌട്ട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡെഫിനറ്റ്ലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർച്ച മോഹൻദാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈലിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഹായ് ടീച്ചർ, ഞാൻ B.Ed പഠിക്കുന്നു, ഇപ്പോൾ ഇൻറ്റേൺഷിപ്പാണ്. അവിടെ PG വേണോ ജോബ് കിട്ടാൻ? ഇല്ല, PG വേണം എന്നില്ല. BA വിത്ത് B.Ed ആണെങ്കിൽ നല്ലതാണ്. BA വിത്ത് B.Ed ആണെങ്കിലും നിങ്ങൾക്ക് ജോലി കിട്ടും, ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. PG വിത്ത് B.Ed ആണെങ്കിലും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. PG നല്ലതാണ് PG ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ ജോലിയിലേക്ക് കയറുകയാണെങ്കിൽ പിന്നീട് നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് നമുക്ക് അടുത്തടുത്ത നെക്സ്റ്റ് പൊസിഷൻസിലേക്ക് പോകാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിഹിത താജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിനാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ MCOM ആണ് പഠിച്ചത്, എനിക്ക് ദുബായ് സ്കൂളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ? എനി ചാൻസ്? യെസ്, MCOM വിത്ത് B.Ed ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ജോബ് ഹിയർ. ദെൻ ജസ്റ്റ് B.Ed കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ B.Ed ആണ് ടീച്ചിങ് ജോബ്സിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു വേണ്ട പഠിത്തം, അതായത് വേണ്ട ഒരു എഡ്യൂക്കേഷൻ B.Ed ആണ്. ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, സബ്ജക്റ്റ് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ B.Ed എന്തായാലും വേണം. സോ MCOM വിത്ത് B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു പൊസിഷനിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്യാൻ ഐ സീക്ക് ജോബ് ഇൻ ദുബായ് ബൈ അറ്റൻഡിങ് ഇൻ്റർവ്യൂ ഫ്രം ഇന്ത്യ? ഡെഫിനറ്റ്ലി യെസ്. അങ്ങനെ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ്. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എവിടെ മെസ്സേജ് ഇട്ടാലും ഞാൻ എന്തായാലും കണ്ടിരിക്കും. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് എന്നറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസ് വേറെ ആർക്കെങ്കിലും ഇനി നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ്, ഫാമിലി ആർക്ക് ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ വരുന്നത് വരേക്കും ബൈ. സൈനിങ് ഓഫ് ഫ്രം അർച്ചന.